ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവെഴുത്തുമായി ഈ നിലയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് എന്നെ ബലപ്പെടുത്തിയതിനായി സർവമഹത്വവും വലിയവനായ ദൈവത്തിന് നൽകുന്നു. വലിയ ഒരു പ്രസംഗത്തിനായിട്ട് മുതിർന്നില്ല. ദൈവം ഈ ദിവസങ്ങളിൽ തന്ന ചെറിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കർത്തൃസന്നിധിയിൽ ഇരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിൽ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. തൻ്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതും ഇല്ല. ഈ അധ്യായത്തിൽ മുപ്പത്തൊന്നിൻ്റെ 10 മുതൽ ഒരു പ്രത്യേക വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. സാമർഥ്യമുള്ള ഭാര്യയുടെ 20-ൽ പരം ഗുണഗണങ്ങൾ താഴെയുള്ള ഭാഗത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗ വിഷയം ഭാര്യ എന്നുള്ളതല്ല. അതിനെ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ. നമ്മൾ ആ വായിച്ച 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നത്. കെട്ടുപോകാത്ത വിളക്കിനെ കുറിച്ചാണ് ഇന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ തന്നെ മറ്റ് 2 ഭാഗങ്ങളിലായി കെട്ടുപോകുന്ന വിളക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. 24-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ദോഷിക്ക് പ്രതിഫലം ഉണ്ടാകുകയില്ല, ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. മറ്റൊരു വാക്യം എന്നുള്ളത് 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്: ആരെങ്കിലും അപ്പനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഈ 3 വാക്യങ്ങൾ നാം വായിച്ചു. അതിലൊന്ന് കെട്ടുപോകാത്ത വിളക്കാണെങ്കിൽ മറ്റു 2 സ്ഥലങ്ങളിലായി കെട്ടുപോകുന്ന വിളക്കിനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഒന്ന്, ദുഷ്ടന്റെ ദുഷ്ടത നിമിത്തം അവന്റെ വിളക്ക് കെട്ടുപോകും. വിളക്ക് ഇവിടെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒരിക്കലും സമൂഹത്തിൽ ദൈവജനത്തിന് മുൻപാകെ അവന് ശോഭിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആത്മീയ ആശയമാണ് വിശദമാക്കുന്നത്. 2-ാമത്തെ കാര്യം, നിന്റെ അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുക എന്നുള്ള ദൈവിക കൽപ്പന, അതിനെ വില കൽപ്പിക്കാതെ ആരെങ്കിലും മുൻപോട്ട് പോയാൽ അല്ലെങ്കിൽ അപ്പനെയും അമ്മയെ ദുഷിച്ചാൽ അവൻ്റെയും ജീവിതത്തിൽ ജീവിതാനുഭവങ്ങൾ കൂരിരുട്ടിൻ്റെതായിരിക്കും എന്നുള്ള ദുഃഖകരമായിരിക്കുന്ന ഒരു സത്യത്തെ ചിത്രീകരിക്കുന്നു. എന്നാൽ ഈ ഭാഗത്ത് സാമർഥ്യമുള്ള ഒരു ഭാര്യ, ആ ഭാര്യയുടെ ഞാൻ പറഞ്ഞില്ല 20-ൽ പരം ഗുണഗണങ്ങളുണ്ട്. അതിലൊരു ഗുണമാണ് ഇവിടെ വായിച്ചത്: അവൾ നല്ല ഒരു വ്യാപാരിയാണ്. ലാഭകരമായി അവൾ ബിസിനസ് ചെയ്യുന്നവളാണ്. അത് അവൾ സ്വയമേവ ഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. ഇതിന്റെ ആത്മീയ ആശയം എന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അവൾക്കെല്ലായ്പ്പോഴും അവളുടെ ചിന്താഗതി എന്നുള്ളത് വ്യാപാരം ചെയ്യുക, ലാഭമുണ്ടാക്കുക, കർമ്മനിരതയായിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അവൾ ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ആ വിളക്ക് കെട്ടുപോകുന്നില്ല എന്നുള്ളതിൻ്റെ ആശയം ഏതു സമയത്തും അവൾ ചെയ്യുന്ന വ്യാപാരത്തിൽ ജാഗ്രതയുള്ളവളാണ് എന്നുള്ളതാണ്. അക്ഷീണം യത്നിക്കുന്ന, നിതാന്ത പരിശ്രമത്തിന് വിധേയയായി ജീവിക്കുന്ന, വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സഹോദരിയെക്കുറിച്ചുള്ള ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിന്തയുടെ
പ്രമേയം എന്നുള്ളത് കെട്ടുപോകാത്ത വിളക്ക്. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്നുള്ളത്, ദൈവ മക്കളായിരിക്കുന്ന നാം എല്ലാവരും വ്യാപാരികളാണ് എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ളൊരു ബിസിനസ് നടത്തുന്നു എന്നുള്ള ആശയത്തിലല്ല. പിന്നെയോ ആത്മീയമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യുവാനായിട്ടുള്ളതാണ്. ജന്മസിദ്ധമായിരിക്കുന്ന പല താലന്തുകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് വ്യാപാരം ചെയ്യുക എന്നുള്ളത് വലിയവനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു വസ്തുത എന്നുള്ളത് അവിടെ ഓർപ്പിക്കട്ടെ, കൃപാവരങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. അതിൽ ഒരിക്കലും ശ്രദ്ധയില്ലാതെ ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ഒരാശയത്തിലേക്കാണ് ഈ ചിന്തയെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, താലന്തുകളും കൃപാവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞിനെ പാടുവാൻ ജന്മസിദ്ധമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ അതിനെ താലന്തെന്ന് വിളിക്കും. എന്നാൽ കൃപാവരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവജനത്തിന്റെ ദൈവസഭയുടെ ആത്മീയ കെട്ടുപടിക്കുമായിട്ട് ദൈവം നൽകുന്ന കൃപയാ ലഭിക്കുന്ന ദാനമാണ് കൃപാവരം എന്ന് പറയുന്നത്. ഇത് രണ്ടും ദൈവനാമ മഹത്വത്തിനും ദൈവജനത്തിനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഒരേ നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ധർമ്മം എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിലെല്ലാം ഒരു വിളക്കുണ്ട്, കെട്ടുപോകാത്തൊരു വിളക്ക് ദൈവം തന്നിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പ്രതിവിധിച്ചു പറഞ്ഞ തന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു അവകാശ പ്രഖ്യാപനമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നുള്ളത്. അതേ കർത്താവ് തന്നെ പിൻഗമിച്ച ശിഷ്യഗണത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ വെളിച്ചത്തെ പ്രതിബിംബിക്കുന്ന വിളക്കുകളാണ്, വെളിച്ചമാണ് ഞാനും നിങ്ങളും എന്നുള്ളത് ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മിലുള്ളതായിരിക്കുന്ന ആ വെളിച്ചത്തെ കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയുമാണ് പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകുവാൻ ഇടയാകരുത്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ ഒരു കടപ്പാട് ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നിരിക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള ധർമ്മവും നമ്മിൽ തന്നെ നിക്ഷിപ്തമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിലെ 35-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നുണ്ട്. ഞാൻ തന്നെ ആ വാക്യം ഒന്ന് വായിക്കാം. അതിന് യേശു അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. അന്ധത ബാധിച്ച ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലക്ഷ്യബോധമില്ലാത്ത അനവധി ആളുകൾ ഈ ലോകത്തിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെളിച്ചം ഇരുള് കീഴടക്കുവാൻ ഒരിക്കലും ഇടയാകാതെ വണ്ണം വെളിച്ചത്തിൽ തന്നെ നടക്കുക, അല്ലെങ്കിൽ നമ്മിലുള്ള വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയുമാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മിലുള്ള വെളിച്ചത്തിന്റെ പ്രാധാന്യത എന്തെന്ന് പ്രാരംഭമായിട്ട് നാം തിരിച്ചറിയേണ്ടുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ വാക്യം വായിച്ച് തെറ്റിപ്പോയി. 12-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വെളിച്ചം എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ ഈ വെളിച്ചം എല്ലായ്പ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ വെളിച്ചം ഒരിക്കലും കെട്ടുപോകുവാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം സാക്ഷാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി, ക്രിസ്തുവിന് പകരക്കാരായി ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ വലിയവനായിരിക്കുന്ന ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഇനി ഈ വിളക്കിന് വലിയ ഒരു സ്ഥാനമുണ്ട്. കെട്ടുപോകാത്ത വിളക്കിന് ഉള്ളതായിരിക്കുന്ന സ്ഥാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും.
ഇപ്പോൾ വെളിച്ചത്തിന് ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനം ഉണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ സഭാജീവിതത്തിലാണെങ്കിലും ഒക്കെ വെളിച്ചത്തിന് ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ വിളക്ക് എവിടെ വെക്കേണ്ടുന്നത്? അത് ഉയരമുള്ള ഒരു പ്രതലത്തിലാണ് വെക്കേണ്ടത്, തണ്ടിന്മേലാണ് വെക്കേണ്ടത്. നമുക്കറിയാം, പഴയകാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് വെക്കുവാനായിട്ട് ചില പീഠങ്ങൾ പഴയകാല വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ആ വിളക്ക് ഉയർത്തി വെക്കുമ്പോൾ, അല്ലെങ്കിൽ കെട്ടിത്തൂക്കുന്ന വിളക്കുണ്ടായിരുന്നു. ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനത്ത് അതിരിക്കുമ്പോൾ ആ മുറിയിൽ മുഴുവനും പ്രകാശം ലഭിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ വിളക്കിന്റെ സ്ഥാനം എന്നുള്ളത് ഉന്നതമാണ് എന്നുള്ള ഒരു ആത്മീയ ആശയം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ലോകത്തിൽ വെളിച്ചമായി നിലകൊള്ളുമ്പോൾ നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഒരിക്കലും നാം വിസ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള ആളുകളിൽ നാം വ്യത്യസ്തരാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, കർത്താവ് തന്നെ പ്രതികരിച്ച കാര്യമാണ്. കർത്താവിന്റെ സ്ഥാനാപതികളായി ലോകത്തിൽ വെളിച്ചം നൽകുവാനായി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? നിയോഗിച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഉന്നതമായിരിക്കുന്ന, മാന്യമായിരിക്കുന്ന ഒരു സ്ഥാനം അലങ്കരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. ഇനി ഈ വിളക്ക് എവിടെയാണ് പ്രകാശിക്കേണ്ടതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അപ്പൊ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ലോകത്തിലാണ്. ഈ വിളക്ക് കത്തേണ്ടുന്നത് എവിടെയാണ്? ലോകത്തിലാണ് ഈ വിളക്ക് കത്തേണ്ടത്. നമുക്കറിയാം, ലോകം എന്നുള്ളത് ഇരുട്ടിനാൽ മൂടപ്പെട്ട ഒന്നാണ്. സാത്താനും സാത്താന്റെ പ്രവൃത്തികളാലും മൂടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് നമ്മെ ദൈവമാക്കിയിരിക്കുന്നത്, ഞാൻ ഓർപ്പിച്ചല്ലോ, ഉന്നതമായ ഒരു സ്ഥാനത്താണ്. എല്ലാവരും കാണത്തക്ക ഒരു പ്രതലത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി നാം ശോഭിക്കണം. അപ്പം നമുക്ക് വെളിച്ചമായിട്ട് ശോഭിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടുന്ന കാര്യം എന്നുള്ളത് ജീവന്റെ വചനം പ്രമാണിക്കുക എന്നുള്ളതാണ്. വചനാനുസരണമുള്ളതായിരിക്കുന്ന, ക്രമീകൃതമായിരിക്കുന്ന ഒരു ജീവിതമില്ലാതെ കണ്ട് ഒരിക്കലും നമ്മൾക്ക് ഈ ലോകത്തിൽ പ്രകാശിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഇനി നമ്മിൽ കത്തുന്ന ഈ വെളിച്ചത്തിനുമുണ്ട് ഒരു പ്രത്യേകത. എന്താ ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത? പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഈ വാക്യം സുപരിതമായതുകൊണ്ട് എടുത്തു വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വിളക്കിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഈ കത്തുന്ന വിളക്കിനുള്ള വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ വാക്യം? നമുക്ക് മനഃപ്പാടമാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപ്പാടമായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമാകുന്നു, വിശുദ്ധ ജനവുമാകുന്നു നാം ഓരോരുത്തരും. അപ്പോൾ അവിടെ പറയുന്ന ഒരു വാക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കത്തുന്ന ഈ പ്രകാശം എന്നുള്ളത് എന്താ? അത്ഭുത പ്രകാശമാണ്. ലോകത്തിൽ അന്ധകാരം നിറഞ്ഞ, കൂരിരുൾ നിറഞ്ഞ മേഖലകളിൽ വെളിച്ചം വീഴ്ത്തുവാൻ കഴിയുന്ന തീഷ്ണതയുള്ള ഒരു വെളിച്ചമാണ് നമ്മിൽ കത്തിക്കൊണ്ടേയിരിക്കുന്നത്. കർത്താവാകുന്ന വെളിച്ചം, ആ സത്യവെളിച്ചം നമ്മിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓർത്തിരിക്കണം, നമ്മിലുള്ള പ്രകാശത്തിന്റെ പവർ എത്രമാത്രമാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ഇരുളടഞ്ഞ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുവാൻ അനവധി വെളിച്ചമായി ശോഭിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തിയത്. ഇരുളടഞ്ഞ ഭൂഖണ്ഡങ്ങളിലേക്ക് പോലും കടന്നുപോയി അനവധി ആളുകൾ കർത്താവിന്റെ വചനം അറിയിച്ചപ്പോൾ ഈ അത്ഭുത പ്രകാശത്തിന്റെ പരിവർത്തനത്താൽ ധാരാളം ആളുകൾ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. ആ വെളിച്ചം വളരെ അത്ഭുതകരമായിരിക്കുന്ന വെളിച്ചമാണ്. ദൈവസഭയെ മുച്ചൂട് മുടിക്കുവാനായി ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഒരിക്കലും ഈ വെളിച്ചം പ്രകാശിക്കുവാനിടയായി. ആ വെളിച്ചത്തിന്റെ ധാരാളം പ്രത്യേകതകൾ താൻ അവിടെ വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന നാസ്തികന്മാരായിരുന്ന ആളുകൾ, ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന ദുഷ്ടന്മാരായിരുന്ന ആളുകൾ, ദൈവത്തെ ഉപദ്രവിച്ചിരുന്ന ധാരാളം ആളുകൾ കഴിഞ്ഞ നാളുകളിൽ ഈ സുവിശേഷമാകുന്ന അത്ഭുത വെളിച്ചം ഹൃദയത്തിലേക്ക് പരിവർത്തിച്ച മുഖാന്തരം കത്തിയിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ നമ്മുടെ ഈ ജീവിതം ഇരുളടഞ്ഞതല്ലായിരുന്നു.
ഈ കടന്ന ജീവിതത്തിലേക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന അത്ഭുത വെളിച്ചം കടന്നു വന്നതുകൊണ്ടല്ലേ ഇരുൾ നീങ്ങി വെളിച്ചത്തിന്റെ മക്കളായി ഇന്ന് ജീവിപ്പാനും ഇന്ന് പകരം കർത്താവിനെ ആരാധിപ്പാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് സാധ്യതകളെ തന്നത്. അപ്പോൾ നമ്മിൽ കത്തുന്ന ഈ വെളിച്ചത്തിന്റെ പ്രാധാന്യം നാം ഓർക്കണം. ഈ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കുക. വ്യാപാരം ചെയ്യുന്ന സ്ത്രീ അവരുടെ ബിസിനസ്സിൽ എല്ലായ്പ്പോഴും ജാഗ്രതയുള്ളവളാണ്. ഏത് സമയത്തും ആര് വന്ന് വിളിച്ചാലും അവിടെ വ്യാപാരം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നത് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് തന്ന കഴിവുകളെ, ദൈവം നമുക്ക് തന്ന താരതകളെ, കൃപാവരങ്ങളെ കെട്ടുപോകാതെ സൂക്ഷിച്ച് സുവിശേഷത്തിന്റെയും ദൈവസഭയുടെയും ദൈവജനത്തിന്റെയും സമൂഹത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി നാം പ്രയോജനപ്പെടുത്തണം. എന്തെല്ലാം കൃപാവരങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്നവർ ആരും തന്നെ മോശക്കാരല്ല. ഒരു നിലയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ എത്രയോ വരങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അത് യഥാവിധി ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ആളുകൾ എന്നുള്ളത് ഈ വചന കേൾവിയിലൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതിയാകട്ടെ. അപ്പോൾ ഈ വിളക്കിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. അതിരിക്കേണ്ടുന്നത് ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥലത്താണ്. ഇതിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു വെളിച്ചമാണ്. ആ വിളക്ക് എല്ലായ്പ്പോഴും നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടുന്ന ആവശ്യമാണ്. അത് കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ള ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലും ഒരുപോലെ നിക്ഷിപ്തമാണെന്ന് നാം ചിന്തിച്ചു. എന്നാൽ ഈ വിളക്ക് വെക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളെയും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തയായിട്ട് തന്നത്. ആ 4 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം തന്നെ നമുക്ക് എടുക്കാം. വിളക്ക് വെക്കുവാൻ പാടില്ലാത്ത ഒരു സ്ഥലം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സുപരിതമാണ് ആ ഭാഗം. എന്നിരുന്നാൽ തന്നെയും ആ ഭാഗം ഒന്ന് വായിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാനത് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു എന്ന് ദൈവാത്മാവ് അവിടെ ഓർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളക്ക് കത്തിച്ച് വെക്കരുതാത്ത ഒരു സ്ഥലത്തെ അവിടെ പരാമർശിച്ചിരിക്കുന്നുണ്ട്. അതൊരു വസ്തുവാണ്. എന്താ വസ്തു? പറയുന്നുള്ള ഒരു വസ്തുവിന്റെ കീഴിൽ ഒരിക്കലും വിളക്ക് കത്തിച്ച് വെക്കുവാനായിട്ട് പാടുള്ളത്. ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ അവർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും. നമ്മുടെ ഈ പഴയകാല സഹോദരന്മാർക്കൊക്കെ ഒരുപക്ഷെ ആ കാര്യങ്ങളെ വളരെ സവിസ്തരം പറയാതെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. ഈ പറ എന്നുള്ള ഉപകരണം ഒട്ടുമിക്ക വീടുകളിലും അന്ന് കാലത്ത് കൃഷിക്കാരായിരിക്കുന്ന ആളുകളുടെ ഒട്ടുമിക്ക വീടുകളിലും ഉള്ള ഒരു വസ്തുവാണ് പറ. എൻ്റെ മാതാപിതാക്കൾ നന്നായി കൃഷി ചെയ്തവരായതുകൊണ്ട് ഈ പറ ഉപയോഗിച്ചിരുന്നു. 2-3 തരത്തിലുള്ള പറകൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. ഞാനും അതിനുശേഷം എൻ്റെ ജീവിത മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പറയെ ഉപയോഗിച്ചു. ഈ പറ എന്നുള്ളത് പല നിലയിൽ അത് പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഒന്ന്, അത് സമൃദ്ധിയുടെ ഒരു പാത്രമായിട്ട് പറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, അത് അളവിൻ്റെ പാത്രമായിട്ട് കാണുവാൻ കഴിയും. സാധാരണഗതിയിൽ എൻ്റെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നെല്ല് കൃഷി ചെയ്ത് പദമൊക്കെ അളന്ന് അല്ലെങ്കിൽ നെല്ലൊക്കെ അളന്നതിന് ശേഷം ആ പറ എടുത്തു വെക്കുമ്പോൾ അതിൽ ഒരു 2 മണി ധാന്യം അതിലിട്ടിട്ടാണ് ആ പറ എടുത്തു വെക്കാറുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ പറയ്ക്കകത്ത് ഈ ധാന്യമണിയിൽ ഇട്ടിട്ട് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇനിയും നമ്മൾ കൃഷി ചെയ്ത് ധാരാളം ധാന്യമണികൾ ഇങ്ങോട്ട് വരുവാനായിട്ടുണ്ട്. അതിൻ്റെ സമൃദ്ധി കുറയാതിരിക്കുവാൻ ഇനിയും ധാരാളം മണികളെ ശേഖരിക്കുവാനായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ട്, പ്രതീകമായിട്ട് ഈ പറ എന്ത് ചെയ്യുന്നു? എടുത്തു വയ്ക്കുന്നു. ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഞാനൊരിക്കലും ഈ പറ കമിഴ്ത്തി വയ്ക്കുവാനിടെ വളരെ ദേഷ്യത്തോടെ എന്നോട് ശാഠ്യത്തോടെ എൻ്റെ മാതാവ് സംസാരിച്ച് ഞാൻ ഓർക്കും. ഈ പറ ഒരിക്കലും കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരും മാതാക്കളൊന്നും തന്നെ അത് കമിഴ്ത്തി വെക്കുവാൻ അനുവദിക്കുകയും, അതല്ല ഇപ്പോഴും തുറന്നിരിക്കേണ്ട ഒരു പാത്രമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, അത് സമൃദ്ധിയുടെയും നിറവിൻ്റെയും ഒരു പാത്രമാണ്. അതിൽ മറ്റൊരു വസ്തുവും കൊണ്ടുവന്ന് രഹസ്യമായി സൂക്ഷിച്ചു വെക്കുവാനായിട്ട് ഒരിക്കലും ആരും അനുവദിക്കാറില്ല എന്നുള്ളത് പ്രസ്താവ്യമാണ്. അപ്പോൾ പറയുന്ന ഒരു കാര്യം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഈ പറയുടെ കീഴിൽ കൊണ്ടുപോയി ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ഈ വിളക്ക് മൂടി വെക്കുവാനായിട്ട് പാടില്ല. വിളക്ക് കെട്ടുപോകുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ആർക്കും വെളിച്ചം കിട്ടാത്ത
ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുന്ന ഒരു അവസ്ഥ വിളക്കിന് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നാം ഒരിക്കലും ഇത് മൂടി വെക്കുവാനായിട്ടുള്ളതല്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ ധാരാളം യൗവനക്കാരായിരിക്കുന്ന സഹോദരന്മാരെ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് അവരോട് കൂടെയാണ് ഈ കാര്യങ്ങളെ ഓർപ്പിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് തന്ന താലന്തുകളെയും കൃപാവരങ്ങളെയും ഒരിക്കലും ഈ പറയിൽ കീഴിൽ കൊണ്ടുവച്ചിരിക്കുന്ന വിളക്കിനെ പോലെ മൂടി വെക്കുവാനായിട്ട് ഉള്ളതല്ല. ഇതിനൊക്കെയും ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം ഉണ്ട്. സ്വർഗീയ പിതാവിന് മുൻപിൽ നിങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടതായിരിക്കുന്ന ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടൊക്കെ തിരക്ക് പിടിച്ച യാന്ത്രികമായിരിക്കുന്ന ജീവിതം നയിച്ചായിരിക്കും മുൻപോട്ട് പോകുന്നത്. പക്ഷെ അതൊന്നും ദൈവത്തിന് മുൻപിൽ എന്തില്ല, കണക്ക് തീർക്കുന്ന നാളിൽ വിലപ്പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രിയ യുവ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രായമുള്ള പ്രിയ അപ്പച്ചന്മാരെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, നിങ്ങളുടെ കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളിൽ തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി വ്യാപാരം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. മറ്റൊരു സ്ഥലം എന്നുള്ളത്, വിളക്ക് വെക്കാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. കിട്ടിയവരാരും കൂടെ പെട്ടെന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വെട്ടിമാറുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ, അടുത്തത് കട്ടിലിന് കീഴിലോ വെക്കുമാറുണ്ട്. വിളക്ക് വെക്കുവാൻ പാടില്ലാത്ത രണ്ടാമത്തെ സ്ഥലമാണ് കട്ടിലിന്റെ കീഴ്. ഈ കട്ടിൽ എന്തിനാണ് കാണിക്കുന്നത്? എപ്പോഴും നമ്മൾ കട്ടിലേക്ക് കിടക്കാൻ പോകാറുള്ളൂ സാധാരണഗതി. ഇനിയിപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചിലരൊക്കെ, എല്ലാവരും എന്ത് ചെയ്യും, അല്പം മയക്കോ ക്ഷീണമൊക്കെ തോന്നും, വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒന്ന് വിശ്രമിക്കും, കിടക്കും, അല്ലേ? രാത്രിയാകുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ കിടന്നുറങ്ങാറ്, കട്ടിലിൽ കിടന്നുറങ്ങാറ്. ഈ കട്ടില് ഉറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇതിന്റെ കീഴിൽ കൊണ്ടുപോയി വിളക്ക് കത്തിച്ചാൽ എന്താ സംഭവിക്കുക? വിളക്കില്ലാത്തൊരു കാലത്തിലേക്ക് നമുക്ക് ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാക്കാം. മുതിർന്നവരായിരിക്കും നമ്മുടെ ചിന്തയിലേക്ക് ആ ചിന്ത വിടുക. നമ്മുടെ വീട്ടിൽ ഒരു മണ്ണെണ്ണവിളക്കുണ്ട് എന്ന് സങ്കല്പിക്കുക, കണ്ടില്ലാതിരിക്കുന്ന ഒരു കാലം. നമ്മൾ ഈ വിളക്കെടുത്ത് സന്ധ്യാസമയത്ത് കട്ടിലെ കീഴിലേക്ക് കയറ്റി വെക്കുക, കത്തിച്ചു, എന്താ സംഭവിക്കുക? ആ മുറിക്കകത്ത് വെളിച്ചം കാണുമോ ഇല്ലേ? ഒരു അല്പസ്ഥലത്തേക്ക് മാത്രം, ഇവിടെ മാത്രം കാണും. ആ കട്ടിലിരിക്കുന്ന പ്രതലത്തിന്റെ അടിയിൽ മാത്രം എന്ത് ചെയ്യും? ആ വെളിച്ചം കാണും. ആ മുറിയിലൂടെ സുഗമമായി നടക്കുന്നതിനോ വസ്തുക്കൾ എടുക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് സാധ്യമാകില്ല. പ്രിയമുള്ളവരെ, ഈ കട്ടിൽ എന്തിനാ കാണിക്കുന്നത് അറിയാമോ? നമ്മുടെ ജീവിതത്തിലെ മയക്കത്തെയും ആലസ്യതയും ഉറക്കത്തെയും കാണിക്കുന്നത്. നമ്മളിൽ പലരും ഇങ്ങനെ ആത്മീയമായിട്ട് മന്ദത പിടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ വീർത്ത് വിശ്രമത്തിന് വേണ്ടി കണ്ണുകൾ മയങ്ങുന്നത് പോലെ, ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുന്നതിൽ ആരും തെറ്റിദ്ധരിക്കരുത്, ആത്മീയമായിട്ട് മാറി 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 വേണ്ടുവോളം ആഹാരമൊക്കെ ഭുജിച്ച് എന്ത് ചെയ്തിരിക്കാട്ടോ, ഉറക്കത്തിലും മയക്കത്തിലും ആലസ്യത നിറഞ്ഞ ഒരു ജീവിതമാണ് ഞാൻ നിങ്ങൾ നയിക്കുന്നത് എന്നുള്ളത് വിസ്മരിച്ചു പോരുന്നത് കേൾക്കാം. അപ്പൊ ഉറങ്ങിയും മയങ്ങിയുമുള്ള ഒരു ജീവിതം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ, കൃപാവരങ്ങളെ, താലന്തുകളെ മയങ്ങിയും ഉറങ്ങിയും ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നതല്ലേ അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? അത് ചുറ്റുപാടും നാമായിരിക്കുന്ന ആ പ്രതലത്തിൽ, പ്രിയമുള്ളവരെ, ഇടക്കര സഭയിൽ എന്നെ ആയിരിക്കുന്നുവെങ്കിൽ ഈ സഭയ്ക്കുള്ളിൽ ഇത് വെളിച്ചം വീശുവാനിടയായി തീരണം എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിനോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നതായിരിക്കുന്ന ഒരു ചിന്തയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എന്ത് ചെയ്യുക? എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഞാനും നിങ്ങളും ആയിരിക്കുന്നവർ മരിച്ചവരുടെ ഇടയിൽ. ആരായി മരിച്ചവര്? ആരാ മരിച്ചവര്? വേദപുസ്തകം പറയുന്ന മരിച്ചവരാരാ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും കിടക്കുന്നത്, ഉറങ്ങുന്നത് എന്നുള്ളത് ഓർ ചിന്ത വേണം. അവരോട് കൂടെ കയറിക്കിടന്ന് ഉറങ്ങുവാനായിട്ടല്ല ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്.
പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നുള്ളത് മറ്റൊന്നല്ല, മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ഞാനും നിങ്ങളും ഉണർന്നെഴുന്നേൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണർന്നെഴുന്നേറ്റാൽ എന്താ സംഭവിക്കുക? അടുത്ത പടി, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുവാനായിട്ട് ഇടയാകും. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഉറങ്ങുന്നവരെ കൂട്ടത്തിൽ എഴുകി ചേർന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കും ഇമ്പങ്ങൾക്കും ഇച്ഛകൾക്കും ഒത്തവണ്ണം ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുപോവുകയാണ്. പലപ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ, കൃപകളെ, താലന്തുകളെ നാം വിസ്മരിച്ച് ഇങ്ങനെയുള്ള അകൃത്യത്തിലും പാപത്തിലും മരിച്ചവരോട് ഇഴുകിച്ചേർന്ന് ഉല്ലസിച്ച് രസിച്ച് എന്ത് ചെയ്യാണ്? മുൻപോട്ട് പോവുകയാണ്. പ്രിയ യുവ സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ബന്ധങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന കലാലയങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഓർത്തിരിക്കണം. നാം ഇടപഴകുന്ന വലിയ ഒരു സമൂഹമുണ്ട്. മരിച്ചവരുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആ മരിച്ചവരോട് കൂടെ കിടന്നുറങ്ങുവാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായി ജീവിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കും. അടുത്തതായിട്ട് ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം, വിളക്ക് വെക്കാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലത്ത് അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, വിളക്ക് കെടുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൻ കീഴിൽ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രയോ വെക്കുന്നത്. വിളക്ക് വെക്കുവാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലമാണ് എവിടെ? പാത്രത്തിന് കീഴിൽ കൊണ്ടുപോയി വിളക്ക് വെക്കുവാനായിട്ട് പാടില്ല. പ്രിയ സഹോദരിമാരെ, നിങ്ങളൊക്കെ വേണ്ടുവോളം പാത്രം കൈകാര്യം ചെയ്യുന്നവരാ. വിളക്ക് കത്തിച്ച് പാത്രത്തിന്റെ കീഴിൽ വെച്ചാൽ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എന്താ സംഭവിക്കുക? വിളക്ക് കെട്ടുപോകും, വെളിച്ചം ലഭിക്കുകയില്ല. നമ്മുടെ പ്രവൃത്തികൾ വേണ്ടുന്ന നിലയിൽ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഈ വിളക്ക് ഒരിക്കലും പാത്രത്തിന്റെ കീഴിൽ കൊണ്ടുപോയി വെക്കുവാൻ പാടില്ല. ഈ പാത്രം എന്നുള്ളത് നമുക്കറിയാം, പാത്രം നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ ഭക്ഷിപ്പാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പാത്രം എന്നുള്ളത്. ഒരു വീട്ടിൽ പ്രധാനമായും പാത്രത്തിന്റെ ധർമ്മം അതാണ്. പ്രിയമുള്ളവരെ, ഈ പാത്രം എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഉപജീവന ചിന്തകളെയാണ് ഈ പാത്രം കാണിക്കുന്നത്. പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെയും കൃപാവരങ്ങളെയും നാം മറന്ന് ഉപജീവന ചിന്തകളാൽ ഇതിനെ എന്ത് ചെയ്തിരിക്കുക? മൂടി വെക്കുകയാണ്. അപ്പൊ ചോദിക്കുക, അങ്ങനെ ഉപദേശം ഉണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ അധ്വാനിക്കണം, നമ്മുടെ ജീവിതാവശ്യം നിർവഹിക്കണം. പക്ഷെ 24 മണിക്കൂറും എത്ര കിട്ടി? 24 പോയിട്ട് 36 മണിക്കൂർ നമുക്ക് കിട്ടിയാലും, ഒരു ദിവസത്തിൽ കിട്ടിയാലും നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെ എന്താ സംതൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രാമുഖ്യം ഏത് വിഷയത്തിലാണ്? പറ. ഉപജീവന ചിന്തകളിലാണ് നമ്മുടെ പ്രാമുഖ്യം നാം നൽകിയിരിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവ് ഉപജീവന ചിന്തകളാൽ മൂടപ്പെട്ട ഒരു ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഉപകാരം ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങളോട് പറയുകയാണ്. ഉപജീവിക്കേണ്ടത് ആവശ്യമാണ്. ജീവന ചിന്തകളാൽ നമ്മൾ ഭാരപ്പെടാതെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് നാം അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, എന്താ? കേവലം ജീവിക്കുവാനായി മാത്രം, ഭൗമികമായി ജീവിക്കുവാനായി മാത്രം വിധിക്കപ്പെട്ടവരായിട്ടല്ല എന്നെയും നിങ്ങളെയും ദൈവമാക്കിയിരിക്കുന്നത്. പിന്നെയോ കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ തിരിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം ദൈവത്തിന്റെ ആത്മാവോടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലർ ഈ കൃപാവരങ്ങളെ ചെയ്യുന്ന മറ്റൊരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവരുടെ വയറിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാലഘട്ടം വർദ്ധിച്ചു വന്നിട്ടിരിക്കുക കേട്ടോ. സുവിശേഷത്തെ വിറ്റ് കാശാക്കി അവർക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളൊക്കെ എന്ത് ചെയ്യാണ്? ഉപജീവനത്തിന് വേണ്ടി സുവിശേഷത്തെ വിനിയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പൗലോസ് ആ കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം നമുക്ക് എടുക്കാം. 3-ാം അധ്യായത്തിന്റെ 18-19. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. അടുത്തത്, ലജ്ജയായി അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇത്തരത്തിൽ, കാരണം ഫിലിപ്പിയയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. പൗലോസ് ഒരു ഭാഗത്ത് കഷ്ടതയാൽ താൻ കർത്താവിനെ വേല ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് ഇങ്ങനെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഫിലിപ്പിയ സഭയുടെ ചരിത്രം അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇത് ഉപജീവനത്തിന് വേണ്ടി വിനിയോഗിക്കുവാനുള്ളതല്ല കർത്താവിന്റെ വെളിച്ചം എന്നുള്ളത്. അത് കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം എന്നിലും നിങ്ങളിലും തന്നിരിക്കുന്നത്. സമയം പോയതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരട്ടെ.
ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. വിളക്ക് വെക്കുവാൻ പാടില്ലാത്ത മറ്റൊരു സ്ഥലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: വിളക്ക് കെടുത്തിയിട്ട് ആരും നിലവറയിലോ പറയൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്ന വെളിച്ചം കാണുന്നതിന് തണ്ടിന്മേലത്രേ. വിളക്ക് വെക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ നിലവറ. ഈ നിലവറ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പഴയ കാലങ്ങളിലുള്ള വീടുകളിൽ നിലവറകളുണ്ടായി. വലിയ വലിയ വീട് ധനാഠ്യന്മാരുടെ വീടുകളിലൊക്കെ ഉണ്ടായി. എന്തിനാ? അവരുടെ ഔദ്യോഗികമായ രേഖകളും സമ്പത്ത്, സ്വർണം, വെള്ളി, അവരുടെ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള പാത്രങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഇവിടെ നിലവറയിൽ. അത് വളരെ സീക്രട്ട്. ആ നിലവറ വീട്ടിലുള്ളവർക്ക് പോലും എല്ലാവർക്കും കൈകാര്യം ചെയ്യുവാനുള്ള അധികാരമില്ല. ആ മൂത്ത കാരണവരുടെ കാരണവരായിരിക്കും കൈകാര്യം ചെയ്യുക. അതിന്റെ ചാവി എപ്പോഴും പുള്ളിയുടെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടിയിട്ടിരിക്കും. വളരെ രഹസ്യമായിട്ടാണ് നിലവറ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം രാജകൊട്ടാരത്തിൽ ഒരിക്കൽ ആ നിലവറ തുറന്നതിന് എത്ര ക്രമീകരണങ്ങൾ, അല്ലേ? എത്ര ആളുകൾ അവിടെ നിന്ന് എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് അതൊന്ന് തുറന്നത്. അപ്പൊ അത്ര വിലപിടിപ്പുള്ള വസ്തുക്കളെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിലവറ. വളരെ രഹസ്യമാണ്. ഇവിടെ ഇരിക്കുന്ന പലരെ കുറിച്ചും എനിക്കറിയാം. വളരെ വ്യക്തമായ ധാരണയോടുകൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അനവധി താരത്തിലുള്ള സഹോദരന്മാർ വരുന്നു, അനവധി കൃപാവരങ്ങളുള്ളവരുണ്ട്. എന്തെങ്കിലും സഹോദരൻ ഒരു കാര്യം ചെയ്യും, ആരാധനയ്ക്ക് ചിന്ത വേണം. ഓ, ആ ചെയ്യുന്നവർ ചെയ്യട്ടെ. മൂടി വെച്ചിരിക്കുക, ആരും കാണാൻ അടച്ചു വെച്ചിരിക്കുക, പൂട്ടി വെച്ചിരിക്കുക. നോ, ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങൾ തന്നിരിക്കുന്ന നന്മകളെ നിങ്ങൾ എത്ര രഹസ്യമാക്കി വെച്ചാലും, എത്ര നിഗൂഢമാക്കി വെച്ചാലും, ഇതറിയുന്നവരുടെ സുഖത്തിലുണ്ടെന്ന് ഓർമ്മ. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകളെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവരാജ്യത്തിന്റെയും ദൈവസഭയുടെയും കെട്ടുപണിക്ക് വേണ്ടി അടച്ചു വെക്കാതെ ആ നിലവറയിൽ നിന്ന് പുറത്തേക്ക് ഇടുവാനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുക. പ്രിയമുള്ളവരെ, ദൈവം നമുക്കിതൊക്കെ തന്നു, ദാനമായി തന്നു, കൃപയാൽ തന്നു. നമ്മളൊന്നും നൽകിയതുകൊണ്ട് നമുക്ക് തിരികെ തന്നതല്ല കേട്ടോ. കൃപയാൽ ദാനമായി തന്നതാണ്. ഇത് കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്ത ഇന്ന് പകൽക്കാലം ധരിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് ദൈവം സഞ്ചരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യം. യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ സ്ഥാനം എന്തെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. അതാണ് ആ വാക്യം നമ്മെ സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാണ്. അടുത്ത വാക്യം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇനി ആ ഞാൻ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേര് ഞാൻ ചേർക്കും, നിങ്ങൾ നിങ്ങളുടെ പേര് ചേർക്കും. എന്താ പറഞ്ഞോ? നിങ്ങൾ മനസ്സിലങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ആരാണ്? ലോകത്തിന് വെളിച്ചം പകരുന്നവനാ എന്നുള്ള ചിന്ത എന്നെ നിങ്ങളെ ഭരിക്കുവാനിടയായി തീരണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി നമ്മുടെ മുമ്പിൽ വരുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായി ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ദാസന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? യജമാനൻ മടങ്ങി വന്നപ്പോൾ ഉണർന്നിരുന്ന് കാണും ദാസന്മാർ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വാക്യം 2 നിലയുള്ള കന്യകമാരെ നമ്മൾ കാണും. ആരൊക്കെയാണ്? ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും. കണ്ടാലെല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ബുദ്ധിയില്ലാത്തവർക്ക് എന്താ? വിളക്കിൽ എണ്ണയില്ല. നമ്മൾ പറയാറുണ്ട്, എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണെന്നൊക്കെ സാദൃശ്യപ്പെടുത്തി നമ്മൾ പഠിക്കാറുണ്ട്, പറയാറുണ്ട്. ശരിയാണ്. പ്രിയമുള്ളവരെ, കത്തി പ്രകാശിക്കുവാനായിട്ട് ഒരു ഇന്ധനം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇന്ധനത്തിന്റെ പേരായി പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. നമ്മിലരുന്ന ഈ ഇന്ധനം കത്തിക്കൊണ്ടിരിക്കണം. പ്രകാശം പരത്തുവാനായിട്ട് ദൈവം എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ പ്രാരംഭത്തിൽ, ഇത് ഉയർന്നിരിക്കുന്ന ഒരു വിളക്കാണ്, രണ്ടിന്മേലായിരിക്കുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചത്തിനൊരു പവറുണ്ട്. അത് അത്ഭുത പ്രകാശമാണ്. കാരണം കർത്താവിന്റെ വെളിച്ചമാണ് ഈ വെളിച്ചം പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നാം ഒരിക്കലും മറന്നു പോകരുത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഇത് കൊണ്ടുപോയിട്ട് എവിടെ വെച്ചിരിക്കുകയാണ്? പറയുടെ കീഴിലും. എവിടെയൊക്കെ വെച്ചെന്നാ പറഞ്ഞത്? വെക്കാൻ പാടില്ല സ്ഥലങ്ങൾ: പറ, കട്ടില്, പാത്രം, നിലവറ.
ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ ചിന്തകൾ വാസ്തവമായി വരുന്ന ദിവസങ്ങളായി ഉറക്കുവാൻ പ്രിയ സഹോദരി സഹോദരന്മാർക്കിടയായി തീരട്ടെ. നമുക്ക് ഇനി അധികം നമ്മുടെ മുമ്പിൽ സമയമില്ല. ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി വരുന്നുണ്ട്. ആ രാത്രി വന്നറിയുന്നതിന് മുമ്പ് കർത്താവിന് വെളിച്ചമായി ചോദിക്കാം. ഈ ചെറിയ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം